ഒരു ചങ്ങായി ഡിമ്മും ബ്രൈറ്റും ഒക്കെ പിന്നെ എന്തിനാ വെക്കുന്നത്? ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഫ്രണ്ടിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്താ ചെയ്യണ്ടേ? ഹലോ ഗൈസ്, അപ്പോൾ 2-3 ദിവസം യൂബർ ഓട്ടം കുറഞ്ഞിട്ടായിരുന്നു. ഓട്ടോ ഒക്കെ കുറവായിരുന്നു 2 ദിവസമായിട്ട്. അപ്പോൾ പതിവ് പോലെ ഇന്നും 9 മണി കഴിഞ്ഞ് 9:11 നമ്മൾ ഓടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. 49 രൂപ യൂബറിന് കൊടുക്കണം. അപ്പോൾ യൂബർ ഞാൻ ഓൺ ചെയ്തില്ല. നമുക്ക് ആദ്യം ഒന്ന് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട്. യൂബർ റാപ്പിഡോ ഒക്കെ ഓൺ ചെയ്യാം. റാപ്പിഡോ കൂടെ ഞാൻ ഓൺ ചെയ്യട്ടെ. അപ്പോൾ റാപ്പിഡോ ഒരു അപ്ഡേറ്റ് ഉണ്ടല്ലോ, അപ്ഡേറ്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. റാപ്പിഡോക്ക് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ റാപ്പിഡോ ഒന്ന് അപ്ഡേറ്റ് ആവട്ടെ. നമുക്ക് യൂബറിന് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കാം. യൂബറിന് അപ്ഡേറ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട അപ്ഡേറ്റ് ഗൂഗിൾ മാപ്പാണ്. അത് പണി തരും. അപ്പോൾ ഗൂഗിൾ മാപ്പിനും അപ്ഡേറ്റ് ഒന്നുമില്ല. അപ്പോൾ യൂബർ ഓടാൻ താല്പര്യമുള്ളവർ ആദ്യം യൂബർ ഡ്രൈവർ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഈ ആപ്പ് ലഭ്യമാണ്. അപ്പോൾ ഈ ആപ്പ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ, ഇതിപ്പോൾ എൻ്റെ ഐഡിയ ആണുള്ളത്, നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കില്ല കാണാം. നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, വണ്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ്, RC ബുക്ക്, ലൈസൻസ്, ഇൻഷുറൻസ്, പൊല്യൂഷൻ, അതൊക്കെ ആഡ് ചെയ്യാൻ കാണിക്കും. നമുക്ക് തന്നെ ചെയ്യാം. യൂബറിൻ്റെ ഓഫീസിലോ എവിടെയോ പോകേണ്ട ആവശ്യമില്ല. അതൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനുള്ളിൽ ആക്റ്റീവ് ആകും. 24 hours മാക്സിമം. എനിക്ക് 24 hours കൊണ്ട് തന്നെ ആപ്പ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ഡേഷൻ വെച്ച റാപ്പിഡോ അപ്ഡേറ്റ് ആയോ നോക്കാം. അപ്പോൾ റാപ്പിഡോ അപ്ഡേഷൻ ആയിട്ടുണ്ട്. റാപ്പിഡോ ഓപ്പൺ ചെയ്യാം. റാപ്പിഡോ ആദ്യം ഓണാക്കിയിടാം. പിന്നെ ഇന്ന് കാക്കനാടൊക്കെ മെട്രോയുടെ പണി നടക്കുന്നുണ്ട്. കുറേയൊക്കെ വഴിതിരിച്ച് വിടുന്നുണ്ടെന്ന് ഗ്രൂപ്പിൽ അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വഴിതിരിച്ചിട്ട് കാക്കനാട് ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ 11 മണിക്കാണ് പണി സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ 6 മണി വരെയാണ് അവിടെ റോഡിൽ പണി നടക്കാൻ. അപ്പോൾ ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെത്ര കറങ്ങി അടിച്ച് പോയാലും നമുക്ക് അതിനുള്ള പൈസ കിട്ടില്ല. ഇതിൽ കാണിച്ച പൈസ മാത്രമേ കിട്ടൂ. കൂടിപ്പോയി 5 രൂപ, 8 രൂപ, 10 രൂപ മാക്സിമം കിട്ടിയെങ്കിലായി, അത്രേ പറയാനുള്ളൂ. അപ്പോൾ റാപ്പിഡോ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി യൂബറും കൂടെ ഓൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ട്രിപ്പ് വല്ലതും വരികയാണെങ്കിൽ വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മളന്തുരുത്തിയിലേക്കാണ്. അപ്പോൾ പോകണോ വേണ്ടതെന്ന് നോക്കട്ടെ. 18 കിലോമീറ്റർ ഉണ്ട്. എന്താ അവസ്ഥ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ അറിയിക്കുക. നോക്കട്ടെ. ഇപ്പോൾ ഏരിയയിൽ ബ്ലോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കട്ടെ ആ ഏരിയയിലുള്ള ആരോടേലും. അപ്പോൾ നമുക്ക് ലിസി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് മുളന്തുരുത്തിക്ക് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 18 കിലോമീറ്റർ അങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്. എത്ര കിലോമീറ്റർ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. 20 കിലോമീറ്റർ പിക്കപ്പ് എല്ലാം കൂടെ എടുക്കും. അപ്പോൾ 18ആണ് അതിൽ കാണിച്ചത്. അവിടുന്ന് കസ്റ്റമറുടെ ലൊക്കേഷനും കുറച്ചുകൂടെ വരണം. 2-3 കിലോമീറ്റർ ഉണ്ട്. 340 അവരതിൽ കാണിച്ചത്. 330 എനിക്ക് കിട്ടും. ഞാൻ അവരെ ലൊക്കേഷനിൽ വീണ്ടും 3 കിലോമീറ്റർ ഇങ്ങോട്ട് വരാനുണ്ട്. ഞാൻ 400 രൂപ വാങ്ങി. അപ്പോൾ അതാണ് ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ്. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ട്രിപ്പ് കിട്ടുമെന്നറിയില്ല. CNG കഴിഞ്ഞു. CNG മിന്നുന്നുണ്ട്. പെട്രോളും ഒറ്റക്കട്ടകളും. നമുക്കെന്തായാലും ഒരു 100 രൂപ കൂടി ധൈര്യത്തിന് ഒരു പെട്രോൾ അടിച്ച് വെക്കാം. എന്നിട്ട് CNG കിട്ടുന്നിടത്തുനിന്ന് ബാക്കി CNG കൂടെ അടിക്കാം. ഓക്കെ, നമ്മൾ ലിസി ഹോസ്പിറ്റലിൽ നിന്ന് മുളന്തുരുത്തിക്ക് ഒരു ട്രിപ്പ്. അത് കസ്റ്റമർ അവിടെ ഇറക്കി തിരിച്ച് വരുമ്പോൾ വൈറ്റിലേന്നാണ് അടിഞ്ഞത്. അയ്യപ്പൻകാവിലേക്ക് 127 കസ്റ്റമറിൽ നിന്ന് വാങ്ങിയത്. അവർക്ക് പ്രൊമോഷൻ ഉണ്ടായിരുന്നു. നമുക്ക് 159 യൂബർ വന്നിട്ടുണ്ടായിരുന്നു. 7.8 കിലോമീറ്റർ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഓർഡർ കിട്ടിയത് കലൂരിന്ന്, കത്രിക്കടവ് കലൂർ. അവിടുന്ന് അമ്പലമേട് എന്ന് പറയുന്നത് നമ്മുടെ
വൈറ്റിലൊക്കെ കഴിഞ്ഞിട്ട് വൈറ്റില വഴി വരുന്ന ആ റോഡില്ല, അത് കുറച്ച് അതിൽ യൂബർ 429 കസ്റ്റമറിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയത് 304 20 കിലോമീറ്റർ. 304 നഷ്ടമാണ്. പിന്നെ ഓർഡർ ഇല്ലായിട്ട് എടുത്തു പോയതാണ്. 20 വെച്ച് നോക്കുമ്പോൾ 20 കിലോമീറ്ററിന് 400 കിട്ടണം. യൂബർ കറക്റ്റ് 430 കിലോമീറ്റർ വെച്ച് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് 304 തന്നിട്ടുള്ളൂ. അപ്പം പിന്നെയെന്ന് വെച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ഓട്ടവും നമുക്ക് കാലി അടിച്ച് പോകേണ്ടി വരും. ഓട്ടോ ഒന്നും അടിയുന്നില്ല. ഇന്നേരത്ത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ആര് അടിക്കാനാ, ആര് ഊബർ ബുക്ക് ചെയ്യാനാ? ഇപ്പോൾ നിലവിലിപ്പോൾ റാപ്പിഡോ, പിന്നെ കേരള സവാരിയിലൊന്നും ഒരു പ്രതീക്ഷയും ഇല്ല. അത് സർക്കാർ ഇറക്കിയ ആപ്പാന്ന് പറയുന്നത്. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡ്രൈവർമാർക്കും വളരെ പ്രയോജനമാണ്. അതിൽ നല്ല പാക്കേജ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ പരിചയവും കാര്യങ്ങളും ഇപ്പോൾ പുറത്തുനിന്ന് കേരളം സന്ദർശിക്കാൻ വരുന്ന എത്രയോ ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ ഈ കേരള സവാരി ആപ്പിൽ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ കൊടുത്ത് കിലോമീറ്ററിന് 20 വെച്ച് സർക്കാർ അങ്ങനെ ഒരു ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇത് ഈ പ്രൈവറ്റ് കമ്പനികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് എന്താ കാര്യം? അവർ ഇപ്പോൾ തന്നെ റാപ്പിഡോ, യൂബറാണിപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. റാപ്പിഡോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേരള സവാരിക്ക് ഞാനിപ്പോൾ കേരള സവാരി എനിക്ക് ഇതുവരെ കേരള സവാരിയിൽ അക്കൗണ്ട് എടുത്ത് എനിക്ക് ഇതുവരെ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓർഡർ. അത് ഞാൻ യൂബറിൽ ഒരു ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എനിക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നും എനിക്കിതുവരെ അടിച്ചിട്ടില്ല കേരള സവാരിയിൽ. ഇപ്പോൾ ഈ ലോങ് ട്രിപ്പ് വന്നുകൊണ്ട് ഏതിലാണ് അടിക്കുന്നത്, എന്തിലെങ്കിലും അടിക്കട്ടെ എന്നുള്ളതിൽ റിട്ടേൺ ട്രിപ്പ് കാലിയായി പോകണ്ടല്ലോ. ആ ഒരു ഇതിലാണ് എല്ലാം കൂടെ ഓണാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും മിക്കവാറും 100-ൽ 80% യൂബർ അടിക്കാനാണ് ചാൻസ്. ഇനി അടിക്കുകയാണെങ്കിൽ തന്നെ അത് കഴിഞ്ഞിട്ടാണ് റാപ്പിഡോ. പിന്നെ ഈ കേരള സവാരിയിലൊന്നും വലിയ പ്രതീക്ഷയില്ല. പിന്നെ പോട്ടന് ലോട്ടറി അടിക്കാന്ന് പറയുന്ന പോലെ വല്ലപ്പോഴും ഇതേപോലത്തെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു ഓർഡർ കിട്ടിയെങ്കിൽ കൊച്ചി റിഫൈനറി ഇല്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ കസ്റ്റമറെ കൊണ്ടാക്കിയത് കേട്ടോ. ഓട്ടോന് വരണമെങ്കിൽ തന്നെ ഒരു 1000 രൂപേൻ്റെ അടുത്ത് വരും 20 കിലോമീറ്റർ. അത് ഈ നൈറ്റ് ടൈമിൽ ഓട്ടോക്കാരോട് ചോദിച്ചാൽ എല്ലാവരും യൂബറിൽ ഓട്ടോന് ബുക്ക് ചെയ്താൽ തന്നെ ഓട്ടോ ഒന്നും എടുക്കില്ല. ഇത്രയും ലോങ്ങൊന്നും ആരും പോകാനാ? ഈ റോഡിൻ്റെ എല്ലാം അവസ്ഥ നോക്ക്. കുണ്ടും കുയ്യും 300 രൂപക്ക് എന്തുണ്ടാക്കണം? വണ്ടിയുടെ മെയിൻ്റനൻസ് തന്നെ ഉണ്ടാവും അത്രത്തോളം. ആരോട് പറയാൻ? എനിക്ക് യൂബർ എന്നല്ല, എനിക്ക് ഓടാൻ ഇഷ്ടമുള്ള ലൊക്കേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുക MG റോഡ് എന്നൊരു ട്രിപ്പ് അടിക്കാം. നേരെ അത്താണി, ആ ഹൈവേയിലെ നേരെ അത്താണി, നമ്മുടെ എയർപോർട്ട് റോഡില്ലേ, എയർപോർട്ടിലേക്കുള്ള വഴി. ഓക്കെ, ഈ ടൈമിൽ അതാകുമ്പോൾ കാലിയാണ്, റോഡൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ഇതൊക്കെ റോഡിൻ്റെ ഒക്കെ അവസ്ഥ നോക്കി, ഈ കുണ്ടും കുയ്യൊക്കെ താങ്ങിയിട്ട് വണ്ടിയുടെ വീൽ ബയറിങ്ങും കംപ്ലൈൻറ്റ് വരും, പല പ്രശ്നങ്ങൾ വരും. ഒരു വർഷം കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കാൻ തന്നെ വരുന്നുണ്ട് 15,000 രൂപ. 2 വർഷം കൂടുമ്പോൾ വണ്ടി ഫുള്ള് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി വണ്ടി ബ്രേക്കിന് കയറ്റണം, അതിന് വേറെ ചിലവ്. കണ്ട ഫുള്ള് കുലുക്കാണ്. പിന്നെ അത് പോരാനിട്ട് ഈ കുലുക്കമൊക്കെ പതിയെ കീക്കണം. ഇനി കസ്റ്റമർ ഒന്ന് ഇളകിപ്പോയാലോ, കസ്റ്റമറിന് റിപ്പോർട്ട് അടിച്ചുവിടാം. ആയിരിക്കാ ദോഷം? ഈ ഡ്രൈവർമാർക്ക്. വേറെ ആയിരിക്കും? ഡ്രൈവർമാർക്കാണ്. കസ്റ്റമർ റിപ്പോർട്ട് അടിക്കുമ്പോൾ AC തണുപ്പില്ല, റിപ്പോർട്ട് ഇതൊക്കെ എന്താ പറയുക, എത്ര നല്ലതിൽ കസ്റ്റമർ ട്രീറ്റ് ചെയ്താലും അവസാനം കസ്റ്റമറുടെ ലൊക്കേഷൻ എത്തുമ്പോൾ ഒരു കുഴി ചാടിച്ച അമ്മയെ നടു അങ്ങനെ പറയില്ല, റിപ്പോർട്ട് അടിക്കും. നമ്മൾ അറിഞ്ഞുകൊണ്ട് സ്വന്തം വണ്ടി ആരെങ്കിലും കുഴി ചാടിക്കും. ഒരു കോമൺ സെൻസ് ഉള്ള ഒരു കസ്റ്റമർ ചിന്തിച്ചാൽ പോരെ. അറിഞ്ഞുകൊണ്ട് ആരും സ്വന്തം വണ്ടി കുഴിയിൽ ചാടിക്കൂല. പിന്നെ എല്ലാ വഴികളും എല്ലാവർക്കും കാണാപ്പാടല്ലോ, അബദ്ധത്തിലൊരു കുഴി ചാടിപ്പോവും. അപ്പോൾ ഇന്നലെ ഒരു ട്രിപ്പിൽ ഒരു ഹമ്പ്
ചെറുങ്ങനെ ഒരു അമ്പ് ചെറിയ ചാടിപ്പോയി. അപ്പോൾ കസ്റ്റമർ പറയാം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്, കുയിലൊക്കെ പതുക്കെ ചാടിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരിതില്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് അവരെ കുയി ചാടിച്ചിട്ട് നമുക്ക് യൂബർ എക്സ്ട്രാ കമ്മീഷൻ തരുമോ? അങ്ങനത്തെ ഒക്കെ വർത്താനം കസ്റ്റമറെ വായിന്ന് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞങ്ങ് വരും. നമ്മളെന്ത് ചെയ്താൽ അറിഞ്ഞുകൊണ്ട് അവരെ കുയി ചാടിക്കും. ചിലപ്പോൾ ചില കുയികൾ പെട്ടെന്ന് കാണാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതൊക്കെ നോർമലാന്ന് വിചാരിച്ച് നമ്മൾ എടുക്കും. പക്ഷെ എന്താ, ചെറിയ വണ്ടികളാകുമ്പോൾ ചെറിയൊരു തുള്ളൽ ഇതുണ്ടോ, ഇവിടെ മൊത്തം കുയ്യാണ്. ഏത് റൂട്ട് എടുത്താലും കസ്റ്റമർ 150 രൂപേൻ്റെ ട്രിപ്പായിരിക്കും. കസ്റ്റമർ അയ്യോ അമ്മേ എൻ്റെ നടു, 150 രൂപേൻ്റെ ട്രിപ്പിൽ AC ഇട്ട് കാറിൽ പോയിട്ട് കസ്റ്റമർക്ക് അവരെ ഇഷ്ടത്തിന് അവരെ വീട്ടിൻ്റെ മുറ്റത്തെത്തിക്കണം. അത് ഇപ്പോൾ റിവേഴ്സോ വളക്കാനോ പറ്റാത്ത റോഡാണോ എന്താണോ എന്നൊന്നും അവർക്ക് അറിയണ്ട. അവർക്ക് വീട്ടിൻ്റെ മുറ്റത്തെത്തണം. കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യണ്ടേ? കുറച്ചൊരു 100 മീറ്ററൊക്കെ ആണെങ്കിൽ, അങ്ങനത്തെ ഒരു ഏരിയ ആണെങ്കിൽ കസ്റ്റമർ കുറച്ച് ഇങ്ങോട്ട് വന്ന് നിൽക്കണം, നല്ലൊരു ഏരിയയിലേക്ക് വന്ന് നിൽക്കണം. ഇപ്പം ഇതുപോലത്തെ ഇടവഴിയാന്ന് വിചാരിക്കും, ഇടവഴിന്ന് കുറച്ച് ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കണം. ഇത് അതില്ല, അവിടെ തന്നെ ഒരു ചങ്ങായി ഡിമ്മും ബ്രൈറ്റും ഒക്കെ പിന്നെ എന്തിനാ വെക്കുന്നത്? ഡിമ്മും ബ്രൈറ്റും ഒക്കെ ഫ്രണ്ടിൽ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്താ ചെയ്യണ്ടേ? ഈ ലോറിക്കാർക്ക് ഒരു വിചാരമുണ്ട്, രാത്രി അവരെ കുത്തകയാണെന്ന്. എല്ലാ ലോറിക്കാരെയും ഒന്നുമല്ല പറയുന്നത്. ചിലര് രാത്രി ആയിക്കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റും എന്താന്ന് പോലും അറിയില്ല. ഫുൾ ലൈറ്റ് കണ്ണിനടിച്ചിട്ട് അവനൊക്കെ എന്താ പറയണ്ടേ? കണ്ട, ഫുൾ ബ്രൈറ്റ് ഇട്ടിട്ട് നമ്മുടെ അങ്ങനെ കുറെ ഉണ്ട്. ഇത് ലോറിയല്ല. നമുക്ക് ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അറിയാൻ പറ്റില്ല. ഫുൾ ബ്രൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ആൾക്ക് ബുദ്ധിമുട്ടാവും. ഇത് അങ്ങനൊന്നുമില്ല. അവനിക്ക് അവൻ്റെ വഴി ക്ലിയർ ആവണം, അത്രമാത്രം. സ്വന്തം കാര്യം, ആ ഒരു ചിന്തയാണ്. രാവിലെ അവർ ഓടുന്നില്ല, ഓടാൻ പറ്റില്ല, ലോഡ് കാര്യങ്ങൾ. ഓക്കെ, രാത്രി ഓടിക്കോട്ടെ. അപ്പോൾ നമ്മൾ രാത്രി വണ്ടി ഓടിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ ഉണ്ടാവുമല്ലോ, ആ ഒരു മര്യാദ അവർ പാലിക്കണ്ടേ? ഇതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ വ്ളോഗിൽ പറയുന്നത് വെച്ചാൽ, വ്ളോഗ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിൽ രണ്ട് ചെറിയ ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ വ്ളോഗ് കുറച്ച് പേരാണെങ്കിലും കാണുന്നതെങ്കിലും അവർക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് വീഡിയോ ആക്കിയിട്ടിട്ടത്. ഒരിക്കലും ഇടണമെന്ന് വിചാരിച്ചല്ല, ഞാൻ വെറുതെ യൂബറിൻ്റെ വ്ളോഗ് മാത്രം ഇടാൻ നിന്നു. പിന്നെ ഇപ്പം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടാണ് ഫോൺ അടിച്ചിട്ട് പോലും ലേറ്റ് ഇതാക്കുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത്, അതിനുശേഷം നമുക്ക് ഇതിൽ ഒരു ട്രിപ്പ് വരെ വന്നിട്ടില്ല കേട്ടോ. ആ കസ്റ്റമർ ഇറക്കി 10-18 കിലോമീറ്റർ ഇറക്കിയിട്ടും തിരിച്ചൊരു 8-9 കിലോമീറ്റർ റിട്ടേൺ വന്ന്. ഇതുവരെ ഒരു ട്രിപ്പ് പോലും വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. നമ്മൾ 20 കിലോമീറ്റർ ഓടിയിട്ട് 300 രൂപ വാങ്ങിയിട്ട് തിരിച്ച് അതേപോലെ 20 കിലോമീറ്റർ കാലിയായിട്ട് വരേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ ഒന്നില്ലെങ്കിൽ ഈ നൈറ്റ് ടൈമിൽ ഇതുപോലത്തെ സമയത്ത് ഉള്ള ഏരിയയിലൊക്കെ കസ്റ്റമർ ഇങ്ങനത്തെ ട്രിപ്പൊക്കെ വരികയാണെങ്കിൽ ഒന്നിക്കൽ ഈ കമ്പനിക്കാരെന്ത് ചെയ്യണം, റിട്ടേണും കൂടെ. റിട്ടേൺ ഫുള്ള് വേണ്ട. ഇപ്പോൾ 18 കിലോമീറ്റർ ആണെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഏരിയയിൽ ഒരു 8-10 കിലോമീറ്റർ ഉണ്ടെങ്കിൽ റിട്ടേണിൻ്റെ പൈസയും കൂടെ കൂട്ടിയിട്ട് വേണം കസ്റ്റമർ അടുത്ത് നിന്ന് മേടിക്കാൻ. ഇവർ അവരെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ കറക്റ്റായിട്ട് 400 രൂപയാണ് 20 വെച്ച് കൂട്ടുമ്പോൾ അവർ 420-430 വാങ്ങും, 30 കൂടുതൽ. എന്നിട്ട് ഈ ഡ്രൈവർമാർക്ക് തരുന്നത് 300 രൂപ അവരെ ഔദാര്യത്തിന് തരുന്ന മാതിരി. പിന്നെ ഇതിനൊന്നും ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ആരുമില്ല.
അപ്പോൾ നമ്മുടെ ദുബായ്, ഇപ്പോൾ ദുബായിലും അങ്ങനത്തെ GCC കൺട്രീസിലൊക്കെ യൂബറിന് ഓട്ടം ഉണ്ടോ? GCC കൺട്രീസിലൊക്കെ മാന്യമായ റേറ്റാണ് യൂബറിന്. അത് അവർക്ക് മാന്യമായ റേറ്റ്, അത് അവിടുത്തെ ഗവൺമെൻറ്റിന് ഒരിതുണ്ട്, അത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റൂളാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അവിടെ ട്രിപ്പ് ഇറക്കിയതിന് ശേഷം പിന്നീട് 12:30 അങ്ങനെ ലാസ്റ്റ് നമ്മൾ ട്രിപ്പ് എടുത്തത്. ഇപ്പോൾ 2:40 ഇതുവരെ യൂബർ ട്രിപ്പ് കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. 2-3 മാച്ച് ട്രിപ്പ് വന്നു. ഒന്ന് പള്ളുരുത്തിക്കൊക്കെ വന്നു, 6 കിലോമീറ്റർ 150 രൂപ. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ എടുത്തു കഴിഞ്ഞാൽ 6 കിലോമീറ്റർ ആദ്യം വന്ന് ഞാൻ എടുത്തില്ല, രണ്ടാമതൊന്ന് പിന്നെ അത് എടുത്തു, പക്ഷെ അത് കിട്ടിയില്ല, വേറെ ആരോ കൊണ്ടുപോയി. 150 നഷ്ടം സംഭവം, തിരിച്ച് റിട്ടേൺ ഒന്നും കിട്ടില്ല, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ CNG അടിക്കാൻ വേണ്ടി വൈറ്റ് ലാബിൽ അവിടെ ഒന്നും CNG ഇല്ല, നമ്മൾ എടപ്പള്ളിയിൽ വന്നിട്ടാണ് CNG അടിച്ചത്. ഇവിടെയൊക്കെ ടാക്സി ഉണ്ടോ KL39. അപ്പോൾ അവരൊന്നും ഓട്ടോ ഇല്ല, സൈഡാക്കി ഇട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം ഓടിയത് 745. യൂബറിൽ മാത്രമേ ഇന്ന് ട്രിപ്പ് എടുത്തിട്ടുള്ളൂ. വേറെ റാപ്പിഡോയിൽ ആദ്യമായിട്ട് കേരള സവാരിയിലൊരു ട്രിപ്പ് വന്നായിരുന്നു, അത് പിന്നെ 7 കിലോമീറ്റർ 120 രൂപ. അത് ഞാൻ എടുത്തൊന്നുമില്ല, അതും ആ പള്ളുരുത്തി അങ്ങോട്ട് ആ സൈഡിലാണ്. അപ്പോൾ എന്തായാലും ഒരു നോക്കട്ടെ, ഒരു 6 മണി വരെ നിൽക്കാമെന്നുള്ള ഇതിലാണ്, പ്രതീക്ഷയിലാണ് ഇറങ്ങിയത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ 6 മണി വരെ വെറുതെ കറങ്ങി CNG കളയേണ്ടി വരും. CNG ഇപ്പോൾ അടിച്ചേ ഉള്ളൂ, CNG ഇപ്പോൾ ഫുൾ ടാങ്ക് ആക്കി. പെട്രോള് CNG ഒരു സ്ഥലത്ത് നിന്ന് കിട്ടില്ല, ഫുൾ ടാങ്ക് ആക്കി ഞാൻ 0-ൽ ഇട്ടിരിക്കുക, കിലോമീറ്റർ എത്ര ഓടുന്നുണ്ട് എന്നാലും. പെട്രോള് 2 തവണ ഇന്നിപ്പോൾ അടിച്ച് 300, ഒരു 100 അടിച്ച്, ഒരു 200 അടിച്ച്. കാരണം അവിടെ CNG ഇല്ല, പിന്നെ ഏതെങ്കിലും ട്രിപ്പ് കിട്ടിയാൽ ബൈക്കായി പോകണ്ടെന്ന് കരുതിയിട്ട് പെട്രോൾ അടിച്ചു വെച്ചതാണ്. CNG കിട്ടുന്ന ഈ എടപ്പള്ളി അല്ലെ വൈറ്റില, കുണ്ടന്നൂർ, അവിടെ എവിടെയെങ്കിലും ട്രിപ്പ് കിട്ടിയാണ് അവിടുന്ന് CNG അടിക്കാന്നുള്ള ഇതിൽ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, ട്രിപ്പ് വന്നില്ല. പിന്നെ ഇപ്പോൾ വേറെ രക്ഷയില്ലല്ലോ, എന്ത് ചെയ്യാനാ. അപ്പോൾ നോക്കാം, നമുക്ക് കണ്ട ടാക്സികളൊക്കെ ഇങ്ങനെ സൈഡാക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ട്രിപ്പൊന്നുമില്ല, അങ്ങനെ കാലിയാക്കി വന്നണ്ട. ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് അവിടെ ഇരിക്കും. എത്രയാണെന്ന് വെച്ചാൽ കുറച്ചൊന്ന് 1-2 കിലോമീറ്റർ ഓടി നോക്കും, ഇവിടുന്ന് കിട്ടുമോ ഇല്ല, പിന്നെയും ഒന്നും കൂടെ ഓടിയാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ എല്ലാവരും പോവാണ്. അപ്പോൾ നോക്കാം നമുക്ക്. അങ്ങനെ അവസാനം നമുക്ക് എടപ്പള്ളിയിൽ നിന്ന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടാ. കസ്റ്റമറിൽ നിന്ന് 157 വാങ്ങി, 194 യൂബർ നമുക്ക് തന്നു. എടപ്പള്ളിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ അവിടെ ഇറക്കിയ പാടന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പെരുമാനൂരേക്ക് ഒരു 4 കിലോമീറ്റർ 117 ആ ട്രിപ്പ് കിട്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് വരുന്നത് 1057. അപ്പോൾ 9 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്, 3:22 ഇപ്പോൾ സമയം. അപ്പോൾ 6 മണി വരെയാണ് നമ്മളെ ടാർഗറ്റ്. ഓക്കെ, ഇനി റെയിൽവേ സ്റ്റേഷനിൽ ആ ഏരിയയിലേക്ക് പോയി നോക്കാം. ആ കസ്റ്റമർ ഇവിടെ ഇറക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അപ്പോൾ നമുക്ക് MG റോഡിൽ നിന്ന് ഷേണൈസിൽ നിന്ന് പള്ളിമുക്കിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി കേട്ടോ. ഒരു 3 കിലോമീറ്റർ 106 രൂപ. അപ്പോൾ അതടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ 6 ട്രിപ്പ് കംപ്ലീറ്റ് ആയി, 1160.